അതെ, എന്തുകൊണ്ടാണ് ശബരിമല കേസ് പൊക്കിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്കറിയോ? ഇതാ കിടക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 550 കോടി രൂപ മൂല്യങ്ങളുള്ള സ്വർണവും രത്നങ്ങളും ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നവർ അടിച്ചുകൊണ്ട് പോയതിൻ്റെ തെളിവാണ്. ഇതിൻ്റെ വലിയ കോപ്പി ഇത്രയുള്ള ഫയലുണ്ട്, നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. എല്ലാം കൂടെ ചുമന്നുകൊണ്ട് വരാൻ പറ്റില്ല. ഈ വിവരം സുപ്രീം കോടതിയുടെ മുൻപാകെ അമിക്കസ് ക്യൂറിയും വിനോദ് റോയും സമർപ്പിച്ചതാണ്. ഇതിനെതിരെ ഒരു അന്വേഷണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ കൗൺസിലർമാരും അവിടുത്തെ കർമ്മന ജയനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും ഇടപെട്ടാണ് ഈ കളി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള തെളിവാണ്. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ട്രസ്റ്റിൽ ഈ മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാധ്യമങ്ങളുടെ അടുത്ത് തെറി വിളിച്ച് നടക്കുന്ന ഇവിടുത്തെ ഷിറ്റി രാജയുടെ ബന്ധം ഈ വിവരം പുറത്തു വന്നാൽ ഇതുപോലുള്ളൊരു പോസ്റ്റിൽ നിന്നും, അതായത് കേന്ദ്ര മന്ത്രിസ്ഥാനം അദ്ദേഹം ധാർമ്മികമായി രാജിവെക്കേണ്ടതാണ്. സുരേഷ് ഗോപിയാണ് ഇതിൻ്റെ പ്രസിഡന്റ്. എന്താണിത്? ശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പേരിൽ നടത്തുന്ന ട്രസ്റ്റ് എല്ലാ വർഷവും 5 കോടിയുടെ ഒരു പൂജ നടത്തും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി വിവരങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഇതെന്തുകൊണ്ട് ഈ സമയത്ത് അന്വേഷിക്കുന്നില്ല? 550 കോടിയുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൊള്ളയടിച്ച സാധനങ്ങൾ ഓസ്ട്രിയ കേന്ദ്രീകരിച്ചിട്ടുള്ള വിഗ്രഹ മാഫിയ കൊണ്ടുപോയ വിവരങ്ങളൊന്നും ജനം അറിയണ്ടേ? അത് മാറ്റി വെച്ചിട്ടാണ് പിണറായി കുറ്റക്കാരനാവുന്നത്. പിണറായിയുടെ സ്വർണ്ണം മാത്രമേ ഉള്ളൂ. പിണറായി ഇവിടെ സ്വർണ്ണം എടുത്തുന്നെങ്കിൽ തെളിവുണ്ടോ? ഇല്ല. 197 ലക്ഷം കോടി കടമുള്ള ഇന്ത്യയുടെ ഇത് വെച്ചിട്ട് ബി ജെ പി പറയുന്നത് എന്താണ്? ഇവിടെ എയിംസ് കൊണ്ടുവരും, നാമമുട്ട കൊണ്ടുവരും.